അസ്സലാമു അലൈക്കും. എല്ലാവരും സലാം അടയ്ക്കുമോ? കുറച്ച് ആൾക്കാർ സലാം അടക്കാണ്ടുണ്ടല്ലോ. ഒന്നുകൂടി ടീച്ചർ പറയാം. അസ്സലാമു അലൈക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും സലാം അടക്കിയല്ലേ? കൈഫൽ ഹാൽ? സയ്യിൻ അൽഹംദുലില്ലാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മളിപ്പോൾ ഏത് ദിവസമാണ് ഉള്ളത്? ഈദിൻ്റെ തലേന്ന് അല്ലേ? നാളെ ഈദാണ്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി അല്ലേ? നാളെ ഈദായതുകൊണ്ട് നമ്മൾ ബിത്താഖത്തുൽ മുആയ്ദ ഉണ്ടാക്കി. പിന്നെ ഈദിനെ കുറിച്ചിട്ടുള്ള നല്ല ഒരു പാട്ട് പാടി. ഇനി പിറ്റേന്ന് രാവിലെ ആവണ്ടേ? അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തിൽ കിടന്നുറങ്ങി. ഉറക്കം വരുമോ നാളെ പെരുന്നാളാണെങ്കിൽ? ഇല്ല അല്ലേ? എന്നാലും കുറച്ചൊക്കെ ഉറങ്ങി. രാവിലെ എണീറ്റു, എന്ത് ചെയ്തു? ബ്രഷ് ചെയ്തു, നിസ്കരിച്ചു, കുളിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക? പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഏത് ഡ്രസ്സാണ് ഇടുക? പഴയതാണോ? അല്ല അല്ലേ? നല്ല പുതിയ ഡ്രസ്സ് ഇടും. അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും നല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ടു. ഇത് നമ്മൾ ആരുടെ വീട്ടിലെ കഥയാണ് പറയുന്നത്? നിങ്ങളുടെ വീട്ടിലെ ആണോ? അല്ല, നമ്മുടെ ഇവിടെ ടെക്സ്റ്റ് ബുക്കിലൊരു കുട്ടിയുണ്ട്, ഹാഷിർ എന്നാ കുട്ടീൻ്റെ പേര്. ഹാഷിറിൻ്റെ വീട്ടിലെ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മളെ വീട്ടിലും നടക്കുന്നത് അല്ലേ? പെരുന്നാളിൻ്റെ അന്ന് എല്ലാവരും എന്ത് ചെയ്യും? രാവിലെ നല്ല പുതിയ ഡ്രസ്സ് ഇടും അല്ലേ? ഡ്രസ്സിന് എന്താ അറബിയിൽ പറയാമെന്നറിയോ മക്കളെ? മലാബിസ്. എന്താ പറയുക? മലാബിസ്, ഡ്രസ്സുകൾ, വസ്ത്രങ്ങൾ. അപ്പം നമുക്ക് വീട്ടിലെ ഓരോരാളും അണിഞ്ഞ ഡ്രസ്സിൻ്റെ ഫോട്ടോ ഇവിടെ ഉണ്ട്. അത് നമുക്ക് ഓരോ ഡ്രസ്സിൻ്റെ പേര് നോക്കിക്കൂടെ? അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 12ാമത്തെ പേജ് എല്ലാവരും ഒന്ന് തുറന്നേ. അവിടെ ഒരുപാട് ഡ്രസ്സിൻ്റെ പിക്ചറൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ ആ ഓരോ ഡ്രസ്സിനും അറബിയിൽ എങ്ങനെ പറയാമെന്നും അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. നമ്മൾ പെരുന്നാളിന് ഡ്രസ്സ് ഇട്ടാൽ മാത്രം മതിയോ? ഡ്രസ്സിൻ്റെ പേരൊക്കെ അറിയണ്ടേ? അതും അറബിയിൽ അറിയണ്ടേ? അറിയണം. അപ്പം നമുക്ക് ഓരോ ഡ്രസ്സായിട്ട് ഇവിടെ പരിചയപ്പെടാം. ഒന്നാമത്തത് ഏതാണ് ഡ്രസ്സ്? അതേതാണ്? ആരാണ് ആ ഡ്രസ്സ് ഇടുക? വലതാണോ ബിന്താണോ? ബോയ് ആണോ ഗേളാണോ? ആരാ ഇടുക? ബിന്ത് ഇടുന്ന ഡ്രസ്സാണല്ലേ അത്. എന്താണ് അതിൻ്റെ പേര്? തന്നൂറ. എന്താ പറയുക? തന്നൂറ. പാവാട അല്ലേ? പെൺകുട്ടികളാണല്ലേ പാവാട ഇടൽ? തന്നൂറ. ഇനി പാവാട കാണുമ്പോൾ എന്ത് പറയണം? തന്നൂറ എന്ന് പറയണം. അപ്പം ബിന്തിൻ്റെ ഡ്രസ്സ് മാത്രം നമ്മൾ പറഞ്ഞാൽ മതിയോ? പോരാ അല്ലേ? അപ്പം അടുത്തത് ആരുടെ ഡ്രസ്സാ? എന്താണത്? കമീസ്. എന്താ വായിക്കുക? കമീസ്. കമീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷർട്ട് അല്ലേ? ഷർട്ടിനാണ് നമ്മൾ കമീസ് എന്ന് പറയാം അല്ലേ? അപ്പോൾ ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഷർട്ട് ഇടുന്നുണ്ടല്ലേ? ഏതായാലും അതിൻ്റെ പേര് നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം. എന്താണ്? കമീസ്. ഇപ്പം നിങ്ങളെല്ലാവരും കമീസ് ഇട്ടിട്ടുണ്ടാവും അല്ലേ? ആൺകുട്ടികളൊക്കെ കമീസ്. എന്താ പറയുക? കമീസ്. ഇനി കമീസ് കാണുമ്പോൾ കമീസ് തന്നെ പറയാം. ഉമ്മാനോട് എൻ്റെ കമീസ് എവിടെ ഉമ്മ? എൻ്റെ കമീസ് ഏത് കമീസാണ് ഇടേണ്ടത്? അങ്ങനെ അറബിയിൽ തന്നെ ചോദിക്കുക. അപ്പോഴേ നമ്മൾ ആ വാക്ക് പഠിക്കും. അടുത്തത് ഏതാ? എന്താണിത്? കലൻസുവ. എന്താ വായിക്കുക? കലൻസുവ. നിങ്ങൾക്കൊക്കെ കലൻസുവ ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടോ കലൻസുവ? കലൻസുവ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഇടും അല്ലേ? ചെറിയ കുട്ടികളിടും, വലിയ ആൾക്കാരിടും, എല്ലാവരും ഇടും. കലൻസുവ. അതിൻ്റെ പേര് നിങ്ങൾ മറക്കരുത്. എന്താണ്? ഒന്നെല്ലാവരും പറഞ്ഞ ടീച്ചർ കൂടെ. കലൻസുവ. എന്താണ്? കലൻസുവ. അടുത്തത് ആരിടുന്നതാണത്? ആരാ ഡ്രസ്സ് ഇടുക? വലതാണോ ബിന്താണോ? അല്ലെങ്കിൽ അബാണോ ഉമ്മാണോ? അങ്ങനെന്തും പറയാം. ആരാണ്? പെണ്ണുങ്ങളിടുന്ന ഡ്രസ്സാണ് അല്ലേ? എന്താണ് അതിന് പറയുക? ഖിമാർ. എന്താ പറയുക? ഖിമാർ. എന്നെല്ലാവരും പറഞ്ഞു നോക്കിയേ. ഖിമാർ.
ആ കുത്ത് പോയേക്കല്ലേ, ആ കുത്തിന് നല്ല വിലയുള്ള കുത്താണ് അത്. ഹാൻ്റെ ആ ഹാൻ്റെ കുത്ത് നിങ്ങൾ ഉച്ചരിക്കാതെ ഹിമാർ എന്ന് പറഞ്ഞാൽ ഹിമാർ എന്താണെന്നറിയോ? എന്താ ഹിമാർ എന്ന് പറഞ്ഞാൽ കഴുതയാണ്. അപ്പം ഹിമാറും ഹിമാറും അപ്പോൾ ഒരു ചെറിയ കുത്തിൻ്റെ വ്യത്യാസത്തിലാണ് വലിയ അർത്ഥം മാറിയല്ലേ. അപ്പം അറബിയിൽ എപ്പോഴും വാക്കുകളൊക്കെ പറയുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ മക്കന അല്ലേ, അല്ലെങ്കിൽ സ്കാഫ്, അതിനെന്താ പറയുക അറബിയിൽ? ഹിമാർ. പേരെല്ലാവരും ഓർമ്മിച്ച് വെക്കുക, ഹിമാർ. അടുത്തത് എന്താ താഴെയുള്ളത്? നമ്മളൊക്കെ ഉമ്മയൊക്കെ ഇടലുണ്ടല്ലേ, ഉമ്മയും ഉമ്മാമയൊക്കെ ഇടുന്നതാണ്. എന്താണത്? അബാ. എന്താ പറയുക? അബാ. ഒന്ന് പറഞ്ഞ ടീച്ചറെ കൂടെ. ഐനാണ് അബാ. ഐനി ബാ അലിഫ് അംസ് അബാ. നിങ്ങൾ ഉമ്മാക്കും ഉമ്മാമക്കെല്ലാം അബാ ഇല്ലേ അല്ലേ? അബാ എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവും അല്ലേ. ചെറിയ കുട്ടികൾക്ക് വരെ ഇപ്പോൾ അബാ ഉണ്ട് മദ്രസയിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ പേര് മറന്നു പോകാൻ പാടില്ല. എന്താണ്? അബാ. അടുത്തതെന്താ? ഇതെന്താണ്? ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഇടുന്നൊരു സാധനമാണെന്നല്ലേ ഇപ്പോൾ ഇത്. എന്താണിത്? ഇതിൻ്റെ പേര് അറബിയിൽ പറഞ്ഞേ. അവിടെ എഴുതിയതൊന്ന് വായിച്ചു നോക്കിയേ മെല്ലെ. ബൻത്വലൂൻ. എന്താ വായിക്കുക? ബൻത്വലൂൻ. ഒന്നുകൂടെ പറഞ്ഞേ. ബൻത്വലൂൻ. ഒന്നുകൂടെ. ബൻത്വലൂൻ. മറന്നുവോ? ഇല്ല. അടുത്തതെന്താ? നമ്മുടെ ഉപ്പയൊക്കെ ഇടലുണ്ടല്ലേ, ഉപ്പയും ഉപ്പാപ്പയൊക്കെ ഇടുന്നത് തന്നെയാണ്. എന്താണ്? ഇസാർ. മുണ്ട്. ഇസാർ. ഇസാർ എന്ന് പറഞ്ഞാൽ മുണ്ട്. നമ്മൾ ആണുങ്ങളൊക്കെ ഉടുക്കുന്ന മുണ്ടില്ലേ, അതിനാണ് ഇസാർ എന്ന് പറയാം. ഇസാർ. അതിൻ്റെ പേര് ഓർമ്മിച്ച് വെക്കുക. എന്താണ്? ഇസാർ. അടുത്തതെന്താ? ഇതെന്താണ്? എന്താ ഇത്? മിഅത്വഫ്. എന്താ ഇതിന് പറയാ? മിഅത്വഫ്. ഒന്നെല്ലാവരും പറഞ്ഞേ. മിഅത്വഫ്. കിട്ടൂലേ പറയാൻ? ഒന്നുകൂടെ പറഞ്ഞേ. മിഅത്വഫ്. അപ്പോൾ ഹാഷിറിൻ്റെ വീട്ടിൽ എല്ലാവരും ഓരോ ഡ്രസ്സ് ഇട്ടു അല്ലേ. പുതിയ ഡ്രസ്സാണ് ഇട്ടത്. അതിൻ്റെ പേരൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. എന്തൊക്കെയായിരുന്നു? തന്നൂറ, കമീസ്, കലൻസുവ, ഹിമാർ, അബാ, ബൻത്വലൂൻ, ഇസാർ, മിഅത്വഫ്. അപ്പം ആരൊക്കെ ഏതൊക്കെ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടാവും? അത് നമ്മളാണ് ഇവിടെ താഴെ എഴുതേണ്ടത്. താഴെ ഒരു ബോക്സ് കാണുന്നില്ലേ? ഫി യൗമിൽ ഈദ്. പെരുന്നാൾ ദിവസം. ഒന്നാമത്തെ കോളത്തിൽ എന്താ എഴുതിയിട്ടുള്ളത്? യൽബസുൽ അഖു അൽ ബൻത്വലൂൻ. അഖ്. എന്താ ഇട്ടത്? അഖ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ 2ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അഖ് സഹോദരൻ അല്ലേ. ഹാഷിറാണ് ഇവിടെ അഖ് എന്ന് പറഞ്ഞാൽ. യൽബസുൽ അഖു അൽ ബൻത്വലൂൻ. മാതാ യൽബസുൽ അഖു. എന്താണ് ഇട്ടത്? ബൻത്വലൂൻ. മൻ യൽബസുൽ ബൻത്വലൂൻ. ആരാ ബൻത്വലൂൻ ഇട്ടത്? അഖ്. മനസ്സിലായോ? യൽബസുൽ അഖു അൽ ബൻത്വലൂൻ. അഖ് ബൻത്വലൂന് ഇട്ടു. ഇനി അടുത്തത് നോക്കിയേ. അടുത്ത കോളത്തിൽ തൽബസുൽ ഉഖ്തു ഡാഷ്. അവിടെ ഒന്നുമില്ല. തൽബസുൽ ഉഖ്തു സഹോദരി. സഹോദരി എന്തായിരിക്കും ഇട്ടിട്ടുണ്ടാവുക ഇതിൽ? ഏതായിരിക്കും? ഇസാർ ഇടുമോ സഹോദരി? ഇല്ല. വേറെന്തൊക്കെ ഇടാം ഇതിൽ നിന്ന് സഹോദരിക്ക്? നമ്മൾ ഇവിടെ ബൻത്വലൂൻ പറഞ്ഞു. അപ്പോൾ ഇനി വീണ്ടും ബൻത്വലൂൻ പറയാൻ പാടില്ല. വേറെ ഏതെങ്കിലും ഡ്രസ്സ് നിങ്ങൾക്ക് പറയാം. നിങ്ങൾ സങ്കല്പിച്ച് എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? തൽബസുൽ ഉഖ്തു തന്നൂറ. അത്തന്നൂറാന്ന് എഴുതണേ. അലിഫ്ലാം ചേർത്ത് എഴുതണം. തൽബസുൽ ഉഖ്തു അത്തന്നൂറ. ഉഖ്ത് തന്നൂറ ഇട്ടു. മാതാ തൽബസുൽ ഉഖ്തു അത്തന്നൂറ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റിലുള്ള 2 വാക്കുകളും ഒന്നെല്ലാവരും ശ്രദ്ധിച്ചേ. യൽബസു, തൽബസു. എന്താ വ്യത്യാസം ആ 2 വാക്കിനും? ആ 2ൻ്റെ ഫസ്റ്റ് ലെറ്റർ നോക്കിയേ, ഫസ്റ്റ് അക്ഷരം നോക്കിയേ. ഒന്ന് യാ ആണ്, ഒന്ന് താ ആണ്. എന്തുകൊണ്ടാണ്
ആദ്യത്തേന് യാവും രണ്ടാമത്തതിന് താവും വന്നത്? അറിയോ? ആരോ ഒന്ന് രണ്ടാൾ പറയുന്നുണ്ട് അല്ലേ? എന്താണ്? അഹ്. അഹ് എന്ന് പറഞ്ഞാൽ ആണാണ്. നമ്മൾ ഹാദാ ഹാദിഹി അതൊക്കെ പഠിച്ചില്ലേ? അതുപോലെ അഹ്. അഹ് ആണാണ് അല്ലേ? അപ്പോൾ ആണാണെങ്കിൽ എന്താ പറയുക? അവിടെ യൽബസു എന്നാണ് പറയുക. തൽബസു ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പുറത്തെ കോളത്തിലോ ഉഖ്താണ്. ഉഖ്ത് പെണ്ണാണ് അല്ലേ? അപ്പം നമ്മളവിടെ യൽബസു എന്ന് പറയാൻ പാടില്ല. എന്താ പറയേണ്ടത്? തൽബസു. ഇപ്പോൾ തൽബസുൽ ഉമ്മു, തൽബസുൽ ഉഖ്തു, പിന്നെ തൽബസുൽ ജദ്ദത്തു. ഓക്കെ, തൽബസു എന്ന് ഉപയോഗിക്കുക പെണ്ണുങ്ങൾക്ക് മാത്രമാണ് തൽബസു ഉപയോഗിക്കുക. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ എല്ലാം നമ്മൾ ആരതാ എഴുതേണ്ടത്? ആണുങ്ങൾ. അബ്, ജദ്, അമ്മ, ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. എന്നിട്ട് എങ്ങനെ എഴുതണം? രണ്ടാമത്തത് ഇപ്പോൾ ടീച്ചർ ഒന്ന് പറഞ്ഞുതരാം. യൽബസുൽ എന്തെഴുതാം? അബ് എന്ന് എഴുതാം അല്ലേ? ഉപ്പാണല്ലേ? അപ്പോൾ യൽബസു തന്നെ നമുക്ക് ഉപയോഗിക്കാം. യൽബസുൽ അബു. എന്താണ് ഉപ്പ ഇടുന്നത് ഇതിൽ? ഏത് ഡ്രസ്സ് ഉപ്പാക്ക് കൊടുക്കുന്നത്? ഇസാർ കൊടുക്കാം അല്ലേ? ഇസാർ കൊടുത്തൂടെ? നമുക്ക് ഇസാർ കൊടുക്കാം. നിങ്ങൾ ഇഷ്ടം പോലെ എഴുതാം കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാലൊന്നും കുഴപ്പമില്ല. യൽബസുൽ അബു അൽ ഇസാറ, അൽ ഇസാറ. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് കോളത്തിൽ തൽബസു അല്ലേ? തൽബസുൽ ഉഖ്തു അവിടെയുണ്ട്. അതിൻ്റെ താഴെ തൽബസുൽ പറഞ്ഞോ? ഇപ്പുറം നമ്മൾ അബെഴുതി. അപ്പം ഇപ്പുറം എന്ത് എഴുതണം? ഉമ്മ് അല്ലേ? തൽബസുൽ ഉമ്മു. ഉമ്മക്ക് ഏതാ കൊടുക്കുന്നത്? ഹിമാർ കൊടുത്താലോ ഉമ്മക്ക് കൊടുക്കാം അല്ലേ? തൽബസുൽ ഉമ്മു അൽ ഹിമാറ. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്കി 2 കോളം നിങ്ങൾ തന്നെ പൂരിപ്പിക്കണം. അമ്മ, അമ്മത്ത് കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജദ്, ജദ്ദത്ത്, ഏതെങ്കിലും എഴുതാം. അപ്പോൾ ഫസ്റ്റ് കോളങ്ങൾ ആണുങ്ങൾക്കുള്ളതാണ്, രണ്ടാമത്തത് പെണ്ണുങ്ങൾ. അപ്പോൾ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ ഡ്രസ്സ് കൊടുക്കാൻ പാടില്ല അല്ലേ? സാധാരണ ഉപയോഗിക്കുന്നത് ഇപ്പോൾ പാവാട ആണുങ്ങൾ ഇടുമോ? ഇല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇപ്പോൾ ബന്തലൂനൊക്കെ 2 ആളിടും. അപ്പോൾ ഏതെങ്കിലും ഒരാളെ കോളത്തിൽ എഴുതും. മനസ്സിലായിട്ടില്ലേ മക്കളെ? ടീച്ചർ ഓരോ ഉദാഹരണം ഇവിടെ പറഞ്ഞു. ബാക്കി 4 എണ്ണം അല്ലേ? 2 എണ്ണം ഒരു കോളത്തിൽ, 2 എണ്ണം ഒരു കോളത്തിൽ. അത് നിങ്ങൾ തന്നെ എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പെരുന്നാളായി. എല്ലാവരും പുതിയ മലാബിസൊക്കെ ധരിച്ചു അല്ലേ? ധരിച്ചില്ലേ? നിങ്ങൾ ധരിപ്പിക്കണം. ധരിക്കാത്തവരെല്ലാം നിങ്ങൾ എൽബസും തൽബസും ഒക്കെ എഴുതി എല്ലാവരെയും പുതിയ ഡ്രസ്സൊക്കെ അണിയിക്കണം. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ബന്ധുക്കളെ വീട്ടിലൊക്കെ പോകണ്ടേ പെരുന്നാളിനെ? ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോവാം. അന്ന് ഇന്ന് ടീച്ചർ ക്ലാസ് നിർത്തിയാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.